നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിന് പിന്നാലെ വാടാനപ്പള്ളിയിലും കിറ്റ് വിവാദം. സൂപ്പർമാർക്കറ്റ് കേന്ദ്രീകരിച്ച് 2000 കിറ്റുകൾ തയ്യാറാക്കിയത് BJP എന്ന ആരോപണം. സൂപ്പർമാർക്കറ്റ് ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കള്ളപ്രചരണങ്ങൾ നടത്തി BJPയുടെ വിജയത്തെ തടയാനുള്ള ശ്രമമാണ് LDFും UDFും നടത്തുന്നതെന്ന് BJP. വാടാനപ്പള്ളിയിൽ BJP മഹാസമ്പർക്കം നടത്തുകയായിരുന്നുവെന്ന് നടനും BJP നേതാവുമായ ദേവൻ. LDFും UDFും പരസ്പര ധാരണയിൽ മത്സരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന മുന്നണികളാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇരു മുന്നണികളും പരസ്പരം സഹകരിച്ചാണ് അഴിമതി നടത്തുന്നതെന്നും നിർമ്മല സീതാരാമൻ. തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസിന് തീപിടിച്ചു. വാഹനം നിർത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. അവസാനവട്ട പ്രചരണ തിരക്കിൽ മുന്നണികൾ. വാർത്തകൾ വിശദമായി. തൃശൂരിന് പിന്നാലെ വാടാനപ്പള്ളിയിലും കിറ്റ് വിവാദം. സൂപ്പർമാർക്കറ്റ് കേന്ദ്രീകരിച്ച് 2000 കിറ്റുകൾ തയ്യാറാക്കിയതായാണ് ആരോപണം. BJPയുടെ നേതൃത്വത്തിലാണ് കിറ്റ് തയ്യാറാക്കിയതെന്ന് LDF UDF പ്രതിനിധികൾ ആരോപിച്ചു. സൂപ്പർമാർക്കറ്റിന് മുന്നിൽ UDF BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. വോട്ടിനു വേണ്ടിയാണ് കിറ്റുകൾ ഒരുക്കിയതെന്നും വോട്ട് കച്ചവടമാണ് നടക്കുന്നതെന്നും UDF LDF പ്രതിനിധികൾ ആരോപിച്ചു. വാടാനപ്പള്ളിയിൽ ഭക്ഷ്യക്കിറ്റുകൾ കണ്ടെത്തിയ സൂപ്പർമാർക്കറ്റിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. വിവാദമുണ്ടായ സൂപ്പർമാർക്കറ്റിനോട് ചേർന്ന വീട്ടിലുണ്ടായിരുന്ന നടനും BJP നേതാവുമായ ദേവനെയും യുവമോർച്ച നേതാവ് ഭഗീഷ് പൂരാടനെയും കസ്റ്റഡിയിലെടുക്കണമെന്ന് തടിച്ചുകൂടിയ UDF പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സംഘർഷം രൂക്ഷമായതോടെ പ്രദേശത്തേക്ക് കേന്ദ്രസേനയും എത്തിയിരുന്നു. ഗോഡൌണിലെ കിറ്റുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാടാനപ്പള്ളിയിലുണ്ടായത് നാടകീയ രംഗങ്ങൾ. അഭിജിത്ത് തൽച്ചിറ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കിറ്റ് കൊടുത്തും കാശ് കൊടുത്തും കിറ്റ് കൊടുത്തും കാശ് കൊടുത്തും കിറ്റ് കൊടുത്തും കാശ് കൊടുത്തും കിറ്റ് കൊടുത്തും കാശ് കൊടുത്തും ജനാധിപത്യം മട്ടിമറിക്കാൻ ജനാധിപത്യം മട്ടിമറിക്കാൻ ജനാധിപത്യം മട്ടിമറിക്കാൻ ജനാധിപത്യം മട്ടിമറിക്കാൻ ഈ മണ്ണ് വിട്ടുതരില്ല ഈ മണ്ണ് വിട്ടുതരില്ല ഈ മണ്ണ് വിട്ടുതരില്ല ഈ മണ്ണ് വിട്ടുതരില്ല. ഏറെ നാടകീയവും സംഘർഷഭരിതമായ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സാക്ഷ്യം വഹിച്ച കെട്ടിടത്തിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ചാമ്പ്യൻ എന്റർപ്രൈസസ് എന്നാണ് പേര്. വാടാനപ്പള്ളിയിൽ ഈ ഒരു ഗോഡൌണിലേക്കാണ് ഏറെ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. രാവിലെ ഇവിടെ നിന്നും ഈ ഒരു ഗോഡൌണിൽ നിന്നും ഏകദേശം വലിയ രീതിയിൽ വില വരുന്ന കിറ്റുകൾ BJPയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്കായി വിതരണം ചെയ്യാൻ തയ്യാറാക്കി എന്നുള്ള ഒരു വലിയൊരു ആരോപണമാണ് ഉയരുന്നത്. ഇത് പിന്നീട് LDFും UDFും ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ദേവനെ അടക്കം ഉള്ളവരെ ഈ ഒരു വീടിന് മുന്നിൽ വെച്ച് പിന്നീട് പ്രവർത്തകർ തടയുന്നു. ഇവരെ ദേവനെ പിന്നീട് പുറത്തിറക്കാൻ ശ്രമിക്കുമ്പോഴും UDFിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. പിന്നീട് UDFിൻ്റെ സ്ഥാനാർത്ഥി TN പ്രതാപൻ അടക്കമുള്ളവരും ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്.
ഈ ഒരു കിറ്റ് വിതരണത്തിനുള്ള നേതൃത്വം നൽകാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയെന്നുള്ള ആരോപണമടക്കം TN പ്രതാപൻ പിന്നീട് മുന്നോട്ട് വെക്കുന്നു. 15,000 കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറാക്കണം. 4,000 കിറ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. BJPയുടെ OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയും മണലൂർ നിയോജകമണ്ഡല BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് പൂർണ്ണമായും ചുക്കാൻ പിടിക്കുന്ന ഒരാൾ ഇതിനുള്ളിലുണ്ട്. അദ്ദേഹം കൂടി നിന്നിട്ടാണ് ഈ കിറ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പേരിൽ കേസെടുക്കണം, അവരെ കൂടി ഇതിന് പ്രതികളാക്കണം. ഇത് വെറും കിറ്റ് കൊടുക്കൽ മാത്രമല്ല, പണം വിതരണം ചെയ്യാൻ വേണ്ടി ചില NGOസിന്റെ ആംബുലൻസിൽ നോട്ടുകെട്ടുകളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ ജാഗ്രത കാണിക്കണം. ഇത് പിന്നീട് ദേവനും അതുപോലെ തന്നെ UDF പ്രവർത്തകരും തമ്മിലുള്ള നേരിട്ടുള്ള വാക്കേറ്റത്തിലേക്കും പിന്നീട് അത് എത്തുകയുണ്ടായി. ഒപ്പം തന്നെ NDAയുടെ പ്രവർത്തകരും ഈ ഒരു സ്ഥലത്ത് പിന്നീട് തമ്പടിക്കുകയുണ്ടായി. ഇതിനുശേഷം LDFിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായ പ്രൊഫസർ C. രവീന്ദ്രനാഥും ഈ സ്ഥലത്തെത്തുകയുണ്ടായി. അവരും ഇതേ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം, ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ്, ഏത് തരത്തിലുള്ള പ്രതിഷേധം, പൂർണ്ണമായിട്ടും ജനകീയമായ പ്രതിഷേധം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പിന്നീട് വലിയ രീതിയിലുള്ള NDA പ്രവർത്തകരും ഈ ഒരു സ്ഥലത്തേക്ക് എത്തുകയുണ്ടായി. വലിയ രീതിയിൽ പിന്നീട് അത് സംഘർഷ അവസ്ഥയിലേക്കും നയിക്കുകയുണ്ടായി. കേന്ദ്രസേനയെ ഇറക്കേണ്ടിയും വന്നു. പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി CCTV അടക്കം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു നിരീക്ഷണം പോലീസ് നടത്തുകയുണ്ടായി. അതിൽ ദേവൻ എത്തുന്നതും എന്നാൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ CCTVയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി ഇരു വിഭാഗങ്ങളോടും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി പോലീസ്. എന്നാൽ ഇരു കൂട്ടരും പിന്നീടും പരസ്പരം മുദ്രാവാക്യങ്ങളും മറ്റുമായി രംഗം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് നീക്കുകയാണുണ്ട്. അതായത് TN പ്രതാപൻ്റെ നേതൃത്വത്തിൽ ഈ റോഡിൽ കുത്തിയിരുന്നുള്ള ഉപരോധമടക്കം നടത്തിയിട്ടുണ്ടായി. പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ TN പ്രതാപനെയും അതുപോലെ പ്രവർത്തകരെയും ഈ ഭാഗത്ത് നിന്നും കസ്റ്റഡി എടുത്ത് നീക്കുകയുണ്ടായി. ഇതോടെയാണ് ഈ ഒരു പ്രദേശത്ത് സംഘർഷത്തിന് വലിയ രീതിയിലുള്ള അയവ് വന്നത്. ദേവൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രചരണത്തിന്റെ ഭാഗമായി കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ പ്രദേശത്ത് എത്തിയത്. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് UDFും LDFും ഇവിടെ എത്തുന്നതെന്നാണ് ദേവൻ പിന്നീട് പ്രതികരിച്ചത്. ഇന്നലെ തന്നെ ചാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് ഇന്ന് ഓരോ കുടുംബയോഗങ്ങളിലും. അതിനുവേണ്ടി ഞങ്ങൾ വന്നത്. എൻ്റെ ഒരു ലീഡർ ഇങ്ങനെ എടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരു അരമണിക്കൂർ എൻ്റെ വന്നാൽ മതി, കാരണം യോഗം എല്ലാം തയ്യാറായിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇരുന്ന ശേഷം ചായയിലെ കാപ്പി കുടിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം പോകാം എന്നാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വരുന്നത്. എനിക്ക് ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള കിറ്റ് വിഭാഗത്തിലേക്കാണ് ജില്ല ഇപ്പോൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒളരി കേന്ദ്രീകരിച്ചും ഒരു സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ചും BJPയുടെ നേതൃത്വത്തിൽ വോട്ടർമാർക്ക് കിറ്റുകൾ വിതരണം ചെയ്ത് വോട്ട് സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയെന്നുള്ള ആരോപണം ഉയർന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വാടാനപ്പള്ളിയിലും സമാനമായ രീതിയിലുള്ള കിറ്റ് വിഭാഗത്തിലേക്ക് കടന്നത്. വാടാനപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ സിബി പൂട്ടൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. കള്ളപ്രചരണങ്ങൾ നടത്തി BJPയുടെ വിജയത്തെ തടയാനുള്ള ശ്രമമാണ് LDFും UDFും നടത്തുന്നതെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. മണലൂർ നിയോജകമണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ ഇന്ന് നടത്തിയ UDFും LDFും ചേർന്ന് നടത്തിയ ദുഷ്പ്രചരണം പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ അത് പൊളിഞ്ഞിരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം അത്തരത്തിലൊരു കിറ്റ് ശേഖരണമോ കിറ്റ് വിതരണമോ മണലൂർ മണ്ഡലത്തിൽ നടത്തിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ RO വരെ ഇന്ന് ഈ സമയം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ TN പ്രതാപനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും നടത്തുന്ന ഗിമ്മിക്കുകളുടെ തുടർച്ചയാണ് ഇന്ന് മണലൂരിൽ നടന്നത്. പ്രതാപൻ്റെയോ രവീന്ദ്രൻ മാസ്റ്ററുടെയോ ഗിമ്മിക്കുകൾക്ക് മുന്നിൽ മണലൂരിലെ ജനാധിപത്യ വിശ്വാസികൾ വീഴില്ല. വാടാനപ്പള്ളിയിൽ BJP മഹാസമ്പർക്കം നടത്തുകയായിരുന്നു. അത് തടയുന്നതിനു വേണ്ടിയാണ് കള്ളപ്രചരണങ്ങൾ നടത്തുന്നതെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവൻ പറഞ്ഞു. മണലൂരിലെയും തൃശൂരിലെയും തോൽവി മുൻകൂട്ടി കണ്ടാണ് രണ്ട് മുന്നണികളും അപവാദ പ്രചരണം നടത്തുന്നത്. തെളിവുകൾ ഒന്നുമില്ലെന്ന് പോലീസ് പറഞ്ഞിട്ടും സുനിൽകുമാറും TN പ്രതാപനും പൊറാട്ട് നാടകം കളിക്കുകയാണ് എന്ന് BJP ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു.
ജനാധിപത്യത്തെ അപഹാസ്യമാക്കാനുള്ള പണാധിപത്യമാണ് ബി.ജെ.പി. അടിച്ചേൽപ്പിക്കുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ.വി. അബ്ദുൽ ഖാദർ. തൃശൂരിലും വാടാനപ്പള്ളിയിലും കൈയോടെ പിടികൂടിയ തെരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധമായ കിറ്റ് വിതരണം പണാധിപത്യത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്നതിനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരെയും ഇതര സംസ്ഥാന എംപിമാരെയും ക്യാമ്പ് ചെയ്യിപ്പിച്ച് പണക്കൈമാറ്റം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൌരവപൂർവ്വം കാണണമെന്ന് അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. എൽ.ഡി.എഫും യു.ഡി.എഫും പരസ്പര ധാരണയിൽ മത്സരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന മുന്നണിയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ഡോക്ടർ വർഗീസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളം മാറി മാറി ഭരിക്കുന്ന മുന്നണികൾ പരസ്പരം സഹകരിച്ചാണ് അഴിമതി നടത്തുന്നതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. സ്ഥാനാർത്ഥി വർഗീസ് ജോർജ്, ബി.ജെ.പി. സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാർ, പി.കെ. രവീന്ദ്രൻ, ഇ.ആർ. ജിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. இந்த காட்சி கேரளத்துல பார்க்கிறது ரொம்பவே மனசுக்கு திருப்தியா இருக்கு. அந்த ஸ்பிரிட் அந்த கவுன்சிலர்ஸ் மூலமா மார்ச் பண்ணிட்டு வரும்போது ஸ்டெடியா ஃபிளாக போட்டுட்டு across the street நீட்டா மார்ச் பண்ணி sending a message, disciplined, women in the center and a party being led with a good vision for Kerala. തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് കെ.എസ്.ആർ.ടി.സി. സൂപ്പർ ഫാസ്റ്റ് ബസിന് തീപിടിച്ചു. രാവിലെ 10:45ഓടെയായിരുന്നു അപകടം. അടൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസിനാണ് തീപിടിച്ചത്. യാത്രയ്ക്കിടെ ബസിന്റെ മുൻവശത്ത് എഞ്ചിൻ ഭാഗത്തു നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവർ ഉടൻ തന്നെ വാഹനം നിർത്തി യാത്രക്കാരെ പുറത്തിറക്കി. തുടർന്ന് കുന്നംകുളം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ കുറച്ചു സമയം ഗതാഗത തടസ്സമുണ്ടായി. ഇടവേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൊവ്വാഴ്ച സമാപനമാകും. ചൊവ്വാഴ്ച വൈകിട്ട് പരസ്യപ്രചരണം അവസാനിക്കും. വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കെ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന്റെ തിരക്കിലാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ജില്ലയിൽ 13 മണ്ഡലങ്ങളിലായി 78 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 6 പേർ വനിതകളാണ്. നാട്ടികയിലൊഴികെ 12 മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് സ്ഥാനാർത്ഥികളും ചേലക്കര, മണലൂർ, ഗുരുവായൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട്.
ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച ജില്ലയിൽ മാളയിലും കുന്നംകുളത്തും നടത്തുന്ന പൊതുസമ്മേളനങ്ങളിൽ രാഹുൽ ഗാന്ധി വോട്ടർമാരെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് 1 മണിക്ക് മാള സെന്റ് ആന്റണീസ് സ്കൂൾ ഗ്രൌണ്ടിലാണ് പൊതുസമ്മേളനം. തുടർന്ന് കുന്നംകുളത്തെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സമ്മേളനവേദിയിലും രാഹുൽ ഗാന്ധി എത്തും. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. വിവിധ ദേവാലയങ്ങളിൽ അർദ്ധരാത്രിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. ഉയിർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ വിശ്വാസികൾ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിൽ പങ്കാളികളായി. 50 ദിവസത്തെ വലിയ നോമ്പിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ഈസ്റ്റർ ദിനത്തെ വരവേറ്റത്. നോമ്പുകാലത്തെ പ്രാർത്ഥനകൾക്കും പരിത്യാഗങ്ങൾക്കും ഒടുവിൽ എത്തുന്ന ഈസ്റ്റർ ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായാണ് കണക്കാക്കപ്പെടുന്നത്. കൊടുങ്ങല്ലൂരിൽ പോലീസിന്റെ പിഴവ് മൂലം LDF NDA പ്രകടനങ്ങൾ മുഖാമുഖമെത്തി. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്ത NDAയുടെ റോഡ് ഷോ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന പ്രവർത്തകരും LDFന്റെ മുനിസിപ്പൽ റാലിയും ഒരേ സമയം എത്തിയതാണ് സംഘർഷാവസ്ഥയ്ക്ക് വഴിവെച്ചത്. LDFന്റെ പ്രചരണ വാഹനവും BJP പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയും ഏറ്റുമുട്ടലിലെത്തുമെന്ന അവസ്ഥ സൃഷ്ടിച്ചു. നേതാക്കളും പോലീസും ഇടപെട്ട് ഇരു കൂട്ടരെയും പിന്തിരിപ്പിച്ചതോടെ സംഘർഷം ഒഴിവായി. ഏറെക്കുറെ ഒരേ സമയമെന്ന പോലെയാണ് നഗരത്തിൽ NDAയുടെയും LDFന്റെയും പ്രകടനങ്ങൾ നടന്നത്. NDAയുടെ റോഡ് ഷോ 2:30-നും LDFന്റെ റാലി 3:30-നും നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. NDA റോഡ് ഷോ വൈകിയാണ് ആരംഭിച്ചത്. റോഡ് ഷോ ചന്തപ്പുരയിൽ എത്തിയതോടെ LDFന്റെ റാലി ആരംഭിച്ചു. ഇരു കൂട്ടരും മുഖാമുഖം എത്തുന്നത് ഒഴിവാക്കാൻ പോലീസിന് സാധിച്ചില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് സംഘർഷത്തിനിടയാക്കിയത് എന്ന് ആരോപണമുണ്ട്. അന്തിക്കാട് കാർ ഹോട്ടലിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. അന്തിക്കാട്ടുള്ള സ്വകാര്യ കല്യാണ മണ്ഡപത്തിൽ നിന്നിറങ്ങി വന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നയാളെ ഇടിച്ചിട്ട ശേഷം എതിർവശത്തുള്ള ഹോട്ടലിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഹോട്ടലിലെ മേശയും കസേരയും തകർത്ത് ചുമരിലിടിച്ചാണ് കാർ നിന്നത്. ഈ സമയം ഹോട്ടലിൽ ആകെ ഒരാൾ മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്നത്. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിരുന്ന ആൾക്കും കാർ ഡ്രൈവർക്കും റോഡിൽ നിന്ന ആൾക്കുമാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അമിത വേഗത്തിലെത്തിയ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്ക്. പാവർട്ടി ഗുരുവായൂർ റൂട്ടിൽ 3 സ്റ്റാർ സ്റ്റോപ്പിന് സമീപം തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് ഇടിച്ചത്. റോഡ് ക്രോസ് ചെയ്യുന്ന ചാവക്കാട് പുന്ന സ്വദേശി ബഷീറിനാണ് പരിക്കേറ്റത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ബഷീറിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴമ്പാലക്കോടിന്റെ യാത്രാദുരിതത്തിന് 3.5 പതിറ്റാണ്ട് പഴക്കം. പഴമ്പാലക്കോട് ആലത്തൂർ പ്രധാന പാതയിലാണ് യാത്രാദുരിതം ഏറുന്നത്. ദീർഘദൂര ബസ്സുകൾ വരെ സർവീസ് നടത്തുന്ന പ്രധാന പാത കുണ്ടും കുഴിയും നിറഞ്ഞ അവസ്ഥയിലായിട്ട് വർഷങ്ങളായി. എന്നാൽ തരൂർ മണ്ഡലത്തിലെ പരിധിയിൽ റോഡിന്റെ അവസ്ഥ ശോചനീയമാണ്. റോഡിലെ കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ലൈംഗികാതിക്രമ കേസിൽ വൈദികൻ അറസ്റ്റിൽ. കൊരട്ടി കോനൂർ സെന്റ് ജോസഫ് പള്ളിയിലെ വികാരി ഫാദർ ജോസഫ് കൊടിയനാണ് അറസ്റ്റിലായത്. ആൺകുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. 3 വർഷം മുമ്പും ഇയാൾ പോക്സോ കേസിൽ പിടിക്കപ്പെട്ടിരുന്നു. ഭയം ഉള്ളിൽ വേലിയേറ്റം സൃഷ്ടിച്ച നിമിഷത്തിലും ആത്മവിശ്വാസം പിടിവള്ളിയാക്കിയ അതിജീവനത്തിന്റെ കഥയാണ് ഉണ്ണികൃഷ്ണന് പറയാനുള്ളത്. കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴ സ്വദേശി പടിഞ്ഞാറ്റേടത്ത് ഉണ്ണികൃഷ്ണൻ എന്ന 68 വയസ്സുകാരൻ ജീവിതത്തെ തിരിച്ചുപിടിച്ചത് ഭാഗ്യവും ആത്മവിശ്വാസവും കൊണ്ടാണ്. വർഷങ്ങൾക്ക് മുൻപ് പക്ഷാഘാതം വന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഉണ്ണികൃഷ്ണൻ വ്യായാമം എന്ന നിലയിൽ വീട്ടുമുറ്റം അടിച്ചുവാരുന്നത് പതിവാണ്. വെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ ആനാപ്പുഴ തോടിനോട് ചേർന്നുള്ള വീട്ടുമുറ്റം വൃത്തിയാക്കുന്നതിനിടെ കല്ലിൽ തട്ടി കാലിടറിയ ഉണ്ണികൃഷ്ണൻ തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ശക്തമായ വേലിയിറക്കം അനുഭവപ്പെടുന്ന സമയത്ത് തോടിന്റെ തകർന്ന പാർശ്വഭിത്തിയിലെ കല്ലിൽ പിടിച്ച് അരമണിക്കൂറിലധികം സമയം ഉണ്ണികൃഷ്ണൻ അപകടത്തോട് പോരടിച്ചു. തലേ ദിവസത്തെ ദൂരയാത്ര കഴിഞ്ഞ ക്ഷീണത്തിൽ ഉറങ്ങിയ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ശിഥില ഉറക്കമുണർന്ന് മുറ്റത്തിറങ്ങിയപ്പോൾ ഭർത്താവിനെ കാണാനുണ്ടായില്ല. സഹോദരന്റെ വീട്ടിലെ നായ തോട്ടിലേക്ക് നോക്കി കുരയ്ക്കുന്നത് കണ്ട ശിഥില നടത്തിയ തെരച്ചിലിലാണ് കുത്തൊഴുക്കിനോട് മല്ലടിച്ച് വെള്ളത്തിൽ കിടക്കുന്ന ഉണ്ണികൃഷ്ണനെ കണ്ടെത്തിയത്. ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെ ശിഥില ഭർത്താവിനെ കരയ്ക്ക് കയറ്റുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ വേദനയിലും ജീവിതം തിരിച്ചുപിടിച്ച ആശ്വാസത്തിലാണ് ഉണ്ണികൃഷ്ണൻ. 49-ാം വയസ്സിൽ പക്ഷാഘാതം പിടിപെട്ട് ഇടതുവശം തളർന്ന ഉണ്ണികൃഷ്ണൻ കോളേജ് പഠനകാലത്ത് അറിയപ്പെടുന്ന കായിക താരമായിരുന്നു.
അത്ലറ്റിക് മീറ്റിൽ 3 ഇനങ്ങളിൽ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇദ്ദേഹം. TCV കൊടുങ്ങല്ലൂർ. പാവർട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ഉയിർപ്പ് തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. വലിയ നോമ്പിന്റെ വിശുദ്ധമായ പരിസമാപ്തിക്കുറിച്ച് നടന്ന തിരുകർമ്മങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചമ്പകശ്ശേരി തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവർ സഹകാർമ്മികരായി. ഡീക്കൻ ജെയ്മോൻ അറയ്ക്കൽ ഈസ്റ്റർ സന്ദേശം നൽകി. ഉയർപ്പ് തിരുനാൾ സന്തോഷത്തിന്റെയും സകലത്തിന്റെയും ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രിമാരായ അഴകത്ത് മനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി, അഴകത്ത് മനയ്ക്കൽ ഹരീഷ് കുമാർ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. ആർഷിക വിഷ്ണു വിശിഷ്ടാതിഥിയായി. 2000ഓളം ഭക്തർ പൊങ്കാല തയ്യാറാക്കി ദേവിക്ക് നിവേദിച്ചു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് KS സുനിൽകുമാർ, സെക്രട്ടറി ML വേലായുധൻ നായർ, NR രാജേഷ്, വേണുഗോപാൽ തച്ചിഞ്ചേരി, രാജൻ മല്ലാട്ട് എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് അഴിച്ചു കയറണമെന്ന രീതി മാറ്റുന്ന കാര്യം ഭക്തസമൂഹം ആലോചിക്കണമെന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് പറഞ്ഞു. മാധ്യമപ്രവർത്തകനായിരുന്ന ജനു ഗുരുവായൂരിന്റെ 2ാം ചരമവാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ച് ഗുരുവായൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷർട്ട് ധരിച്ച് ക്ഷേത്രങ്ങളിൽ കയറണമെന്ന് തന്നെയാണ് തന്റെ അഭിപ്രായമെന്നും മോഹൻദാസ് പറഞ്ഞു. ജനു ഗുരുവായൂർ മാധ്യമ പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ E സലാഹുദ്ദീന് സമ്മാനിച്ചു. ഗുരുവായൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് R ജയകുമാർ അധ്യക്ഷത വഹിച്ചു. മേളപ്രമാണികൻ പെരുവനം കുട്ടന്മാരാർ, ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, ഗുരുവായൂർ നഗരസഭ മുൻ ചെയർമാൻ M കൃഷ്ണദാസ്, രാധാകൃഷ്ണൻ കാക്കശ്ശേരി, മാധ്യമപ്രവർത്തകരായ BP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയും DYFI പടിയം മേഖലാ കമ്മിറ്റിയും സംയുക്തമായി നിർമ്മിച്ച ചിറക്കൂലി വിജിത്ത് സ്മാരക മണ്ഡപം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. PR ഷിബു അധ്യക്ഷനായി. AV ശ്രീവത്സൻ, KV രാജേഷ്, TI ചാക്കോ, CPM കൊട്ടാരപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി സുനിത ബാബു, ജനപ്രതിനിധികളായ മേനക മധു, സംഗീത ഷിബു, രാജീവ് സുകുമാരൻ, EG ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ വകുപ്പിലെ സീനിയർ ക്ലർക്കായിരുന്ന ചിറക്കൌലി വിജിത്ത ഏതാനും ദിവസം മുമ്പ് ഭാര്യ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കേച്ചേരിയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. കുന്നംകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF പന്നിത്തടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും നടത്തി. മരത്തങ്കോട് നിന്നും ആരംഭിച്ച റാലി പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. സിംല ഗ്രൌണ്ടിൽ നടന്ന പൊതുയോഗം CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. സത്താർ ആദൂർ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി AC മൊയ്തീൻ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ കിരാത പാർവതി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളരി പരിശീലനം ആരംഭിച്ചു. സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി K കർത്ത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, കളരി പരിശീലകൻ K ശ്രീഹരി എന്നിവർ സംസാരിച്ചു. UDF വലിയ ഭൂരിപക്ഷത്തിൽ സംസ്ഥാന ഭരണം നേടുമെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു.
കുന്നംകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF കടങ്ങോട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC സെക്രട്ടറി VK രഘുസ്വാമി അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഗഫൂർ കടങ്ങോട്, MS ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്ററിനോടനുബന്ധിച്ച് സർവന്റ്സ് ഓഫ് ഗോഡ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിർധനരായ രോഗികൾക്ക് വീൽചെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടനാ പ്രസിഡന്റ് ജോസ് നിലയാറ്റിങ്കൽ അധ്യക്ഷനായിരുന്നു. PA ഫ്രാൻസിസ്, ഫാദർ ജോസ് കോനിക്കര, MK ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഈസ്റ്റർ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫൊറോന വികാരി വർഗീസ് കുത്തൂർ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഫാദർ ജിജിയോ തറയിൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയിരുന്നു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ പാട്ടും പൊരുളും സംവാദ പരിപാടി സംഘടിപ്പിച്ചു. നിരൂപകൻ TP ശാസ്തമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗാനരചയിതാവ് MD രാജേന്ദ്രൻ, സതീഷ് കുമാർ വിശാഖപട്ടണം, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, ഗീത കൈപ്രമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഫുട്ബോൾ ടർഫ് MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ CV പാപ്പച്ചൻ മുഖ്യാതിഥിയായി. സ്കൂൾ ചെയർമാൻ KK സുൾഫി അധ്യക്ഷത വഹിച്ചു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, BU ഹംസക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ വിൽസൺ കണ്ണനായ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ ജനറൽ കൺവീനർ CR ജോസഫ്, ജോയിന്റ് കൺവീനർ CA ജോസ്, ഗ്രേസി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 10 മുതൽ 13 വരെയുള്ള തീയതികളിലാണ് തിരുനാൾ. എന്റെ ക്ഷീണം ജോസ്പേട്ടൻ തീർക്ക്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻ പേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻ പേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിന് പിന്നാലെ വാടാനപ്പള്ളിയിലും കിറ്റ് വിവാദം. സൂപ്പർമാർക്കറ്റ് കേന്ദ്രീകരിച്ച് 2000 കിറ്റുകൾ തയ്യാറാക്കിയത് BJP എന്ന ആരോപണം. സൂപ്പർമാർക്കറ്റ് ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കള്ളപ്രചരണങ്ങൾ നടത്തി BJPയുടെ വിജയത്തെ തടയാനുള്ള ശ്രമമാണ് LDFും UDFും നടത്തുന്നതെന്ന് BJP. വാടാനപ്പള്ളിയിൽ BJP മഹാസമ്പർക്കം നടത്തുകയായിരുന്നുവെന്ന് നടനും BJP നേതാവുമായ ദേവൻ. LDFും UDFും പരസ്പര ധാരണയിൽ മത്സരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന മുന്നണികളാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇരു മുന്നണികളും പരസ്പരം സഹകരിച്ചാണ് അഴിമതി നടത്തുന്നതെന്നും നിർമ്മല സീതാരാമൻ. തൃശൂർ കോഴിക്കോട് സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസിന് തീപിടിച്ചു. വാഹനം നിർത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൊവ്വാഴ്ച കൊട്ടിക്കലാശം. അവസാനവട്ട പ്രചാരണ തിരക്കിൽ മുന്നണികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.